ഇതാണ് കുഫിയ ഹിസോപ്പിഫോളിയ. നല്ലൊരു ഗാർഡൻ പ്ലാന്റാണ്, നമ്മുടെ ഹോം ഗാർഡന് പറ്റിയൊരു പ്ലാന്റാണ്. ഇനി ഇതാണെങ്കിൽ ടൊറേനിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഈ രണ്ട് പ്ലാന്റും മോസ്റ്റ് കോമൺ പ്ലാന്റ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റുമാണ്, നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉള്ള പ്ലാന്റുമാണ്, മിക്കവാറും ഗാർഡനിലൊക്കെ നമുക്ക് കാണാവുന്ന ചെടിയാണ്. ഈ രണ്ട് പ്ലാന്റ്സിൻ്റെ തൈകൾക്ക് അധികം വിലയൊന്നുമില്ല. 50 രൂപ 60 രൂപ റേറ്റിലൊക്കെ ഇത് നമുക്ക് അടുത്തുള്ള നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങാൻ കഴിയും. രണ്ടിനും പേർപ്പിൾ കളേഴ്സാണ്. ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് രണ്ട് പേർപ്പിൾ കളറിലുള്ള പ്ലാന്റ്സിനെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഈ രണ്ട് ചെടികളും. ഡെയിലി ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗാർഡനിൽ എന്നും പൂക്കൾ തരുന്ന തരത്തിലുള്ള പ്ലാന്റ്സാണ്. കുഫിയ ആണെങ്കിൽ നമുക്ക് ബോർഡർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ വളർത്താൻ വളരെ ബെസ്റ്റാണ് കേട്ടോ. ഏതെങ്കിലും ഒരു വലിയ ഗാർഡനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരം ചെടിയുടെ ബോർഡറായിട്ടൊക്കെ ഈ ചെടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം. നല്ല വെയിലുള്ള സ്ഥലം നോക്കി നിങ്ങൾ ചൂസ് ചെയ്ത് വളർത്തുക എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ടൊറേനിയയും അതുപോലെ തന്നെയാണ്, വെയിൽ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് തന്നെയാണ്. രണ്ടിനും നല്ല രീതിക്ക് വെള്ളവും വേണം, വെയിലും വേണം. അപ്പോൾ കൂടുതൽ ഡ്രോട്ട് അതിൻ്റെ സോയിലിന് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചകിരിച്ചോറോ ഒക്കെ ഇട്ട് കൊടുക്കാമെന്നുള്ളതാണ്. മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ ചകിരിച്ചോറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഈർപ്പം നിലനിർത്താനായിട്ട് കഴിയും. ഈ ചെടികൾ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നിറയെ പൂവും കിട്ടുന്ന തരത്തിലുള്ള ചെടികളാണ്. അപ്പോൾ രണ്ട് ചെടിയും പർപ്പിൾ കളർ ഫ്ലവേഴ്സാണ്. കുഫിയയുടെ തന്നെ വൈറ്റ് കളറിലുള്ള പ്ലാന്റും ഉണ്ട്. ചില പ്ലാന്റ് ലവേഴ്സ് നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഒരു കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് ആ കളറിലുള്ള പ്ലാന്റ്സിനെയൊക്കെ കളക്ട് ചെയ്യും. അത്തരത്തിലൊരു കളക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ചെടികളും ഒരേ കളറിലുള്ള ഫ്ലവേഴ്സ് തരുന്ന ചെടികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പാഷനായിട്ടൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്കായിട്ട് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് ഉപകാരപ്പെടുന്നതായിരിക്കും.